ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വ ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ഇന്നലെ ബൾബ് മാറ്റാൻ വേണ്ടിയിട്ട് പ്രിയങ്കേനെ ടേബിളിന് മേലൊക്കെ കയറ്റിയിട്ട് അവൾ ബൾബ് മാറ്റിയാണല്ലോ. അത് നമ്മുടെ ജയഭാരതി മുത്തശ്ശി മെല്ലെ കാണുന്നൊക്കെ ഉണ്ടല്ലോ. ആ കണ്ട പാടെ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് നല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കയുടെ ഈ ഗർഭത്തിന് പിറകിലുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു ഫേക്ക് ഗർഭമാണോ എന്ന് നമ്മുടെ ജയഭാരതി നമുക്ക് നന്നായിട്ട് സംശയം കുടുങ്ങിയിരിക്കുകയാണ്. കാരണം ഒരു പ്രഗ്നൻ്റ് ആയ ഒരു പെണ്ണ് ഇങ്ങനെ രണ്ട് മേശയൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ മേലൊക്കെ കയറാൻ ധൈര്യം കാണിക്കില്ല. ജയഭാരതി മുത്തശ്ശി വാതിലിൻ്റെ അടുത്ത് ഇരുന്ന് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നന്നായിട്ട് വീക്ഷിക്കുകയാണ്. അപ്പം ബൾബ് എടുത്ത് കൊടുക്കുന്നുമുണ്ട്. മോളെ വീയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ മുത്തശ്ശി ഇവിടെ ഒളിഞ്ഞു നോക്കുന്നതൊന്നും കാണാതെ നല്ല പണിയിലാണ്. ഒരു ബൾബ് മാറ്റി കറക്റ്റ് ലൈറ്റൊക്കെ വരുന്നുണ്ടെന്നൊക്കെ കൺഫേം ചെയ്തിട്ട് ലാസ്റ്റ് പ്രിയങ്ക അവിടുന്ന് താഴേക്ക് ഇറങ്ങുന്നത് മെല്ലെ ചവിട്ടി ഇറങ്ങുമൊന്നുമല്ല, ഒറ്റ ചാട്ടത്തിന് താഴേക്ക് ഒറ്റ ചാട്ടം വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് മുത്തശ്ശിക്ക് എന്തായാലും കൺഫേം ആയിരിക്കുകയാണ് ഇവളെ പ്രഗ്നൻസി അതൊരു ഫേക്കാണെന്ന്. കാരണം ആ ഒരു പ്രഗ്നൻ്റ് ആയൊരു പെണ്ണ് ഒരിക്കലും അങ്ങനെ ടേബിളിൻ്റെ മേലെ ഇരുന്നിട്ട് താഴോട്ട് ചാടത്തില്ലല്ലോ. എന്നിട്ട് ഇവരിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവർ മെല്ലെ ഒന്നിങ്ങനെ വാതിലിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവിടെ നിൽക്കുന്നത് കാണുന്നത്. ആ സമയത്ത് തന്നെ പ്രിയങ്ക അവൾ അഭിനയം സ്റ്റാർട്ട് ചെയ്യാണ്. ആ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ആക്ടിങ് കണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മുത്തശ്ശി നോക്ക് ഞാൻ ബൾബ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുകുമാരി മുത്തശ്ശിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി മെല്ലെ അങ്ങനെ പറയുന്നുണ്ട്, പിന്നെ പിള്ളാക്കുഞ്ഞാണെന്ന് വിചാരിച്ച് ഇവിടെ നിന്നും വലിഞ്ഞു കയറാൻ നിൽക്കണ്ട, വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ, മര്യാദക്ക് അവിടെയെങ്കിലും പോയി ഇരിക്കുക കൊച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർ മെല്ലെ ടൂണ് മാറ്റിയാണ് സംസാരത്തിൻ്റെ. ജയഭാരതി മുത്തശ്ശി ഇവരെ സംസാരമൊക്കെ കേട്ടിട്ട് മെല്ലെ വാതിലൊക്കെ തുറന്ന് അവർ റൂമൊക്കെ കയറുകയാണ്. അപ്പം സുകുമാരി മുത്തശ്ശി അവളോട് അറിയണ്ടേ, വയ്യാണ്ട് എന്തെങ്കിലും കാലൊക്കെ ഉളുക്കി ഇവിടെ കിടന്നു പോയാലേ ഇവിടെ ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് മര്യാദക്ക് അന്ന് അവിടെ പോയി ഇരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ജയഭാരതി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ് സുകുമാരി മുത്തശ്ശി. എന്നിട്ട് പറയുന്നുണ്ട്, അതേ ഞാനിവിടെ ഇങ്ങനെ ബൾബ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഇവൾ നേരെ ചാടി അതാ എൻ്റെ അടുത്തേക്കൊന്ന് വന്നിട്ട് ബൾബ് സ്വന്തമായിട്ട് അങ്ങോട്ട് മാറ്റിയെന്നീ, കുഞ്ഞു മനസ്സല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട്, ആ ശരിയാണ് കുഞ്ഞു മനസ്സാണ്, പക്ഷേ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് എന്തായാലും നല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ട് അവളെ മെൻ്റലിൻ്റെ കാര്യത്തിലും അവളെ പ്രഗ്നൻസിയുടെ കാര്യത്തിലും. കാരണം ഒരു ഭ്രാന്തിയായ പെണ്ണിന് എന്തായാലും ഒരു ബൾബ് മാറ്റുന്ന ആ ഒരു ധാരണ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ ഈ കൊച്ചു പിള്ളേരൊക്കെ അല്ലേ, നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ട അപ്പോൾ അടുത്ത് വരും അതിലൊക്കെ കൈയിടും അതുപോലെ ചെയ്യാനൊക്കെ നോക്കുകയൊക്കെ ചെയ്യില്ലേ, അതേപോലെ ഇവൾ തന്നെ പണ്ട് ആ ബൾബ് ഇടുന്ന സ്ഥലത്ത് കൈയൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്, അന്ന് ഷോക്കും അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ആ അന്ന് അടിച്ച ഷോക്കിൻ്റെ ആയിരിക്കും ഇപ്പോഴത്തെ ഈ ഭ്രാന്തൊക്കെ അല്ല സുകുമാരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി ഒരു സെക്കൻഡ് മീനിങ്ങിൽ ഇങ്ങനെ സുകുമാരി മുത്തശ്ശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇനി ഈ വീട്ടിൽ ബൾബ് എന്തെങ്കിലും കേടായാലും പിന്നെ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം നല്ല കൃത്യമായിട്ട് അറിയുന്ന ഒരാളുണ്ടല്ലോ, കുഞ്ഞല്ലേ ചാടി കയറി ചെയ്തോളുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മെല്ലെ അവരൊക്കെ ഇട്ടൊന്ന് താങ്ങിയാണ് ജയഭാരതി മുത്തശ്ശി ഫുള്ള് സംസാരിക്കുന്നത്. വരട്ടെ സുകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് ജയഭാരതി മുത്തശ്ശി അവിടെ നിന്ന് പോവാണ്. അപ്പം സുകുമാരി മുത്തശ്ശി പോയല്ലേ വാതിലടച്ചിട്ട് നേരെ പ്രിയങ്കയുടെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട്, ഇടി ആകെ കുഴപ്പമായോ, ഞാൻ താഴേക്ക് അങ്ങനെ ചാട്ടം ചാടിയതാണ് കുഴപ്പമായത്, അല്ലെങ്കിൽ ഇത്ര പ്രശ്നമല്ലേ ഇനി എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക അറിയണ്ടേ, എൻ്റെ മുത്തശ്ശി അവരവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടോ എന്നൊക്കെ പ്രിയങ്ക പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയണ്ട് അവർക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുമില്ല, നിൻ്റെ ഭാഗത്തുനിന്ന് വല്ല കുഴപ്പമൊന്നും വന്നിട്ടില്ലല്ലോ ഡി എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനോട് സുകുമാരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയും, എൻ്റെ മുത്തശ്ശി ഞാനായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ അവരെ കണ്ട അപ്പോൾ തന്നെ ഞാൻ അഭിനയിക്കാനും തുടങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി അറിയണ്ടേ, എൻ്റെ ഈശ്വര ആകപ്പാടെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു ഈ തുറുപ്പ് ചീട്ട്, അതെങ്ങാനും കയ്യിൽ നിന്ന് പോയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരിക്ക് കുറച്ച് വേവലാതി കൂടിയിട്ടുണ്ട്. കാരണം ഡൗട്ട് അടിച്ചോന്ന് നല്ല സംശയം ഇവർക്കും വന്നിട്ടുണ്ട്. പക്ഷെ പ്രിയങ്ക സുകുമാരീൻ്റെ എല്ലാ പേടി ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. അവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം, അതിനുള്ള അടുത്ത പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക നല്ല കോൺഫിഡൻറ്റിൽ സംസാരിക്കുകയാണ്.
പിന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി നേരെ രാധികയുടെ അടുത്തിട്ട് പോയിട്ട് സംശയമൊക്കെ പറയുന്നുണ്ട്. നടന്ന സംഭവങ്ങളും കണ്ടതും എല്ലാം നന്നായിട്ട് വിശദീകരിക്കുകയാണ്. എന്നിട്ട് രാധികനോട് പറയുന്നുണ്ട്, മോളെ എൻ്റെ സംശയം ശരിയാണെന്നാണ് തോന്നുന്നത്. കാരണം 3 മാസം പ്രഗ്നൻ്റായ ഒരു പെണ്ണിനോട് ആരെങ്കിലും ടേബിളിൻ്റെ മേലെ കയറി നിന്നിട്ട് ബൾബൊക്കെ മാറ്റാൻ പറയുമോ? അതും പോരായിട്ട് ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരുത്തിനോട്. പിന്നെ സുകുമാരി പറയുന്ന കണക്കാണെങ്കിൽ അവൾക്കിപ്പം 3-ാം മാസമാണ്. ഒരുപാട് നല്ല കെയർ വേണ്ട സമയമാണ്. അങ്ങനെയുള്ള ഒരാളെന്തായാലും സ്റ്റൂളിൻ്റെ മേലെ കയറ്റാൻ ഏതൊരു അമ്മൂമ്മയും തയ്യാറാവില്ല. അവൾ അവിടെ നിന്ന് അതിൻ്റെ മേലെ നിന്ന് താഴേക്ക് ചാടാൻ എന്തായാലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇനി അവളെങ്ങാനും ബഹളം വെച്ചിട്ട് വാശി പിടിച്ചിട്ട് എങ്ങാനും കയറിയതാണെങ്കിലോ എന്നൊക്കെ ജയഭാരതി മുത്തശ്ശിനോട് അവൾ ചോദിക്കണേ. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒന്ന് പോയ ഇടന്ന്, കാരണം അവൾ സ്റ്റൂളിൻ്റെ മേലെന്ന് താഴേക്ക് ചാടുന്ന ഞാൻ കൃത്യമായിട്ട് കണ്ടതാണ്. പക്ഷെ ഞാൻ കണ്ടെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവളെ കുട്ടിഭ്രാന്ത് തുടങ്ങിയതാണ്. അതിൻ്റെ മുന്നേ അവൾക്ക് യാതൊരു കുഴപ്പമില്ലേനി. എന്തായാലും ഉറപ്പാണ് ഈ പ്രിയങ്കയുടെ ഗർഭം എന്ന് പറയുന്നത് സുകുമാരി ഉണ്ടാക്കിയൊരു കെട്ടുകഥയാണെന്ന് കൺഫേം ആയിരിക്കുകയാണെന്നൊക്കെ ജയഭാരതി മുത്തശ്ശി രാധികനോട് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, പക്ഷേ മുത്തശ്ശി ഇതൊക്കെ കറക്റ്റാണെന്ന് നമ്മളെങ്ങനെ തെളിയിക്കുക എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കണേ. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അതാണ് സത്യമെങ്കിൽ അതൊക്കെ താനെ തന്നെ തെളിഞ്ഞോളും, നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി വെട്ടി കൊടുത്താൽ മതി. മോൾ എന്തായാലും ഒരു കാര്യം ചെയ്യേ, ഇത് നല്ല ഈ ചൂടിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പണി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തായാലും അവരെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മുത്തശ്ശി പറയുന്നത് രാധികനോട്, എന്തായാലും നമുക്ക് ആ പ്രഗ്നൻ്റായ പെണ്ണിനെ ഒന്ന് കാണാം. കാരണം നമ്മളിതുവരെയായിട്ട് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ. പോരാത്തതിന് നമ്മൾ അവളെ കാണാനും പോയിട്ടില്ല. അതുകൊണ്ട് നമുക്കിനി വിശദമായിട്ട് അവളെ ഒന്ന് പോയി കാണാം എന്നൊക്കെ പറയാണ്. അപ്പം മോളെന്ത് പറയുന്നു എന്നൊക്കെ രാധികനോട് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, ശരിയാണ് മുത്തശ്ശി, നമുക്ക് വിശദമായിട്ട് അവളെ ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോവാണ്. സുകുമാരി ആണെങ്കിൽ ഇതൊന്നും അറിയാതെ അടുത്ത നാടകം തുടങ്ങിയിരിക്കുകയാണ്. അവരവിടെ ടേബിളിൽ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ സോഫയിലിരിക്കുകയാണ്, ടേബിളിലല്ല സോഫയിലിരിക്കുകയാണ്. എന്നിട്ട് മേലെ സ്റ്റെപ്പിലേക്ക് പോയി ചെക്ക് ചെയ്യാണ്. കാരണം ആ മേലെന്ന് താഴേക്ക് നമ്മുടെ പത്മിനിനെയാണ് വെയിറ്റ് ചെയ്യുന്നത്. പത്മിനി എങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. പത്മിനി വരുന്നത് കണ്ടിട്ട് നേരെ വേഗം പോയിട്ട് ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്ത് അവൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് അവർ കേൾക്കത്തക്ക രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. നീ ആപ്പിൾ കഴിച്ചോ? ആപ്പിൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പോലെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം വയറ്റിലുള്ള കുഞ്ഞിന് നിറം വെക്കാനൊക്കെ ഇത് നല്ലതാണ്. എനിക്കാണെങ്കിൽ ഈ ആപ്പിളൊക്കെ മുറിച്ച് തരാനല്ലേ നിനക്ക് പറ്റുള്ളൂ. അല്ലാത്ത വിധത്തിലൊക്കെ നോക്കണമെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരെന്നെ വിചാരിക്കണ്ടേ എന്നൊക്കെ പത്മിനി കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറക്കം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശൊക്കെ ഉള്ളവരാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നും ചെയ്യത്തില്ല എന്നിങ്ങനെ സുകുമാരി മുത്തശ്ശി പത്മിനി കേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പത്മിനി ഇവരെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സുകുമാരി അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല പത്മിനി, ഞാനേ ഇവിടെയുള്ള 2 ആപ്പിൾ എടുത്തിട്ട് അവൾക്ക് വെട്ടി കൊടുക്കേനി. കാരണം ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഈ ആപ്പിളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലേ കുഞ്ഞിന് നിറമൊന്നും വെക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. പത്മിനി ഒരു കാര്യം ചെയ്യുക, ഇവൾക്ക് വരുണിനോട് പറഞ്ഞിട്ട് കുറച്ച് കുങ്കുമപ്പൂവൊക്കെ വാങ്ങിക്കൊടുക്കുക, വാങ്ങിച്ച് തന്നാൽ മതി. നിങ്ങൾ ആരും അങ്ങോട്ട് വരെ എടുത്ത് കൊടുക്കുക, ഒന്നും വേണ്ട, ഒന്ന് വാങ്ങി തന്നാൽ മതി എന്നൊക്കെ പത്മിനിനോട് ഇങ്ങനെ പറയണേ. പത്മിനി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. പത്മിനി അറിയുന്നുണ്ട്, ഓരോ ചടങ്ങുകളായിട്ട് എന്നെക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിച്ചൊന്നും നിങ്ങൾക്ക് മതിയായിട്ടില്ലല്ലേ എന്നൊക്കെ പറയണേ. അപ്പോൾ സുകുമാരി അറിയണ്ട്, എന്ത് ചെയ്യിപ്പിച്ചു എന്നാ, വേറെ വല്ലയിടത്തും ആണെങ്കിൽ ഇതൊക്കെ കൊണ്ട് നിൽക്കുവേനോ, പിടിച്ച് നിർത്തിയിട്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ചെയ്യിപ്പിക്കൂലേ. ഞാനാണെങ്കിൽ ആ കാര്യത്തിൽ കുറച്ച് മാന്യത പ്രയോഗിച്ചിട്ടാണ് നിർബന്ധിപ്പിച്ച് അത് ചെയ്യിപ്പിക്കാഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ മാന്യത ഒന്നും കാണിക്കണ്ട എന്നൊക്കെ പത്മിനിനോട് ഇങ്ങനെ തിരിച്ചും ചൂടായിട്ട് അവിടുത്തെ ആപ്പിളൊക്കെ എടുത്ത് വീണ്ടും അവളെങ്ങനെ കഴിപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുകുമാരി മുത്തശ്ശിയൊക്കെ അവിടെ എത്തിയിരിക്കുകയാണ്. പിറകിൽ നമ്മുടെ രാധികയുണ്ട്. ജയഭാരതി മുത്തശ്ശി സുകുമാരിനോടും ഒന്ന് നോക്കിയിട്ട് നേരെ പത്മിനിനോട് ചോദിക്കുകയാണ്, എന്താ പത്മിനി ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പത്മിനി അറിയണേ, ഓരോ അടവുകളെ ഞാനിപ്പം വരുണിനോട് പറഞ്ഞിട്ട് ഇവൾക്ക് കുങ്കുമപ്പൂ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പത്മിനിനോടല്ല ജയഭാരതി മുത്തശ്ശിനോട് പത്മിനി പറയുകയാണ്. ജയഭാരതി മുത്തശ്ശി അറിയണ്ട്, അങ്ങനെ സുകുമാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം, കാരണം വയറ്റിലുള്ള കുഞ്ഞിന് നിറം വരാനല്ലേ, അപ്പോൾ അത് അത്യാവശ്യമാണെന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയണേ. ഈ കൊച്ചു പ്രസവിച്ച് അത് നമ്മുടെ വീട്ടിലുള്ള കുട്ടിയാവില്ലേ, അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് നിറവും കുറച്ച് ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയണ്ട, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ പറയുമ്പോൾ പത്മിനി ഇത് കേട്ടിട്ട് ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. കാരണം പത്മിനിക്ക് മുന്നേ ഉള്ള സംശയം ഡിസ്കസ് ചെയ്തപ്പോഴൊന്നും അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പത്മിനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. പത്മിനി അറിയണ്ട്, അമ്മക്ക് ഇതെന്തൊക്കെയാണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പത്മിനിയോട് പറയാണ്, ഒന്നും പറ്റിയിട്ടില്ല, കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണതൊക്കെ തെറ്റാണ്.
ഗർഭിണികളെ കെയർ ചെയ്യേണ്ട ടൈമിൽ തന്നെ കെയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ദോഷമൊക്കെ കുഞ്ഞിന് തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഒരർത്ഥം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ സുകുമാരിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഓടിയിട്ടില്ല. അപ്പം സുകുമാരി ആ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് കണ്ണിറക്കുന്നൊക്കെ ഉണ്ട്. കാരണം സ്വബോധം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ പ്രിയങ്കേൻ്റെ മുഖത്തൊക്കെ നോക്കി ഒരു കണ്ണിറക്കൊക്കെ ചെയ്യാണ്. അപ്പം നമ്മുടെ രാധികയും പറയുന്നുണ്ട്, ആ ശരിയാണ് മുത്തശ്ശി, പ്രിയങ്കയ്ക്ക് വേണ്ട ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് മുത്തശ്ശി തന്നെ തീരുമാനിക്കുക എന്നൊക്കെ രാധിക പറയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി സുകുമാരനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുകുമാരി, പ്രിയങ്കയ്ക്ക് ഇപ്പോൾ കറക്റ്റ് എത്ര മാസം അയക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ പെട്ടെന്നുള്ള ആ ചോദ്യം ഉണ്ട് സുകുമാരി പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ സുകുമാരിക്ക് ഒരു ബബ അടിക്കുകയാണ്. കാരണം എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഒന്ന് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ട് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി എൻ്റെ അറിഞ്ഞിട്ടൊക്കെ ഒരു കാര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കാരണം എൻ്റെ പേരക്കുട്ടിയുടെ കൊച്ചല്ലേ അവളെ വയറ്റി കിടക്കുന്നത്, അപ്പം ഒരു മുത്തശ്ശി എന്ന സ്ഥിതിക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സുകുമാരിനോട് ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, എന്നാ കേട്ടോ ഇവൾക്ക് ഈ മാസം 3 എന്നൊക്കെ ഇങ്ങനെ സുകുമാരി പറയുന്നത്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ ഇവൾക്ക് മാസം 3 നമുക്ക് ഇവൾക്ക് 3-ാം മാസത്തെ ചെക്കപ്പിന് കൊണ്ടുപോകണ്ടേ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി ഒന്നാണ്ട് ഞെട്ടാണ്. പ്രിയങ്ക പിന്നെ ഞെട്ടുന്നത് എന്തായാലും ഫേസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവൾക്ക് ബുദ്ധിസ്ഥിരമില്ലാത്ത ഒരാളാണെന്നുള്ള രീതിയിൽ അവൾ ഒന്നിങ്ങനെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഭ്രാന്തിനെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജയഭാരതിനോട് നമ്മുടെ രാധിക പറയുന്നുണ്ട്, അത് വേണം മുത്തശ്ശി, മാത്രമല്ല മാസം ചെക്കപ്പിന് പോകണം എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് പത്മിനി ആകെ കൺഫ്യൂഷനിലായി നിൽക്കുകയാണ്. ഇത്രയും കെയറിങ് എങ്ങനെ പെട്ടെന്ന് ഇവർക്ക് വന്നു എന്നുള്ളൊരു എക്സ്പ്രഷനിൽ ഇങ്ങനെ ഇവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ രാധിക ആരും കാണാതെ വല്ല ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുന്നുണ്ട് പത്മിനിയോട്. അപ്പോൾ പത്മിനിക്ക് മനസ്സിലാവുകയാണ് എന്തോ ഒരു പ്ലാനിങ് അവരുടെ കയ്യിലുണ്ട് എന്ന്. പക്ഷേ സുകുമാരിയും പ്രിയങ്കയും ഒന്നും ഞെട്ടിയിട്ടുണ്ട്. അവൻ പത്മിനിയും കൂടി പറയാണ്, അല്ല അതിനൊക്കെ ഇപ്പോൾ എന്തിനാണ് ഇത്ര സംശയിക്കേണ്ട ആവശ്യം, കാരണം പ്രിയങ്ക അല്ല ഇവിടെ ഇരിക്കണേ, നേരെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ, നമ്മളെ ഗൈനക്കോളജിസ്റ്റ് താരമുണ്ടല്ലോ അവളെ തന്നെ കാണിച്ചാൽ മതി എന്നൊക്കെ പത്മിനി പറയാണ്. അവളാകുമ്പോൾ നല്ല മിടുക്കിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി ആകെ പേടിച്ച് കണ്ണൊക്കെ മുറുക്കി പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും സുകുമാരി ഇതിൻ്റെ ഇടയിൽ വേറെ പ്ലാന് നടത്തി ഈ യാത്രയും ക്യാൻസലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജയഭാരതി അറിയണ്ട്, താര കൊള്ളാം സുകുമാരി, എത്രയും പെട്ടെന്ന് അവളെ വേഗം മാറ്റി റെഡിയാക്ക്, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയാണ്. അപ്പോൾ സുകുമാരി അറിയണ്ട്, അവളിപ്പോൾ ആരും ഇവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, അതിന് അങ്ങനെ പറഞ്ഞിട്ട് എന്താ മുത്തശ്ശി കാര്യം, ചെക്കപ്പ് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമല്ലേ, മുത്തശ്ശി വെറുതെ ഓരോ വാശി ഇങ്ങനെ കാണിക്കല്ലേ എന്നൊക്കെ പറയാണ്. അപ്പം സുകുമാരി പറയുന്നുണ്ട്, എടി അവൾക്ക് വേണ്ട ചെക്കപ്പൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ച് കൊടുക്കുന്നില്ല സുകുമാരി. അപ്പം രാധിക പറയുന്നുണ്ട്, അങ്ങനെ മുത്തശ്ശി അങ്ങനെ നിർബന്ധിച്ച് തർക്കിക്കാൻ നിൽക്കണ്ടേ, അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ രാധിക വിട്ടു കൊടുക്കുന്നില്ല സുകുമാരിക്ക്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഭാരതി മുത്തശ്ശിയും കൂടി പറയാണ്, അതിനെ നീ കൊണ്ടുപോകണം, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, ഞങ്ങളൊക്കെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പോരാത്തതിന് സുകുമാരിയല്ലേ എപ്പോഴും ഇങ്ങനെ പറയുന്നത് പ്രിയങ്കനെ നോക്കാനുള്ള ഉത്തരവാദിത്തം പത്മിനിക്കാണെന്ന്, എന്നാൽ പത്മിനി അങ്ങോട്ട് കൊണ്ടുപോട്ടെ എന്നൊക്കെ പറയുന്നത്. കാരണം പത്മിനി അല്ലേ അവൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലേ ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പത്മിനിയോട് ജയഭാരതി മുത്തശ്ശി പറയുന്നത്. പക്ഷേ സുകുമാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സുകുമാരി പറയുന്നുണ്ട്, വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എൻ്റെ മോളെ ഡോക്ടറെ കാണിക്കാനൊക്കെ എനിക്കറിയാമെന്നൊക്കെ ജയഭാരതി മുത്തശ്ശിനോട് പറയുന്നത്. പക്ഷേ ജയഭാരതി വിടുന്നില്ല. ജയഭാരതി പറയുന്നുണ്ട്, സുകുമാരി വെറുതെ വാശി കാണിക്കരുത്, കാരണം ഇത്രയും കാലം ഞങ്ങൾ ഗർഭിണീനെ നോക്കണില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾക്ക് പ്രശ്നം, നോക്കാൻ വേണ്ടി വിചാരിച്ചപ്പോൾ അതിനും പരാതിയാണെന്നൊക്കെ സുകുമാരനോട് ജയഭാരതി മുത്തശ്ശി ചോദിക്കണേ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ, പക്ഷേ അവളെ ഞങ്ങൾ ചെക്കപ്പിന് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ അങ്ങനെ രാധിക പറയാണ്. പക്ഷേ നമ്മുടെ സുകുമാരി മുത്തശ്ശി ഇവർ പറയുന്നതിൽ ഒന്നും വീണില്ല. സുകുമാരി പറയുന്നുണ്ട്, പ്രിയങ്കേ നീ എന്നേറ്റ്, ഞാൻ ഇവൾക്ക് ആശുപത്രി കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഇവൾക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ അവരോട് തിരിച്ച് പറയാണ് സുകുമാരി. മുത്തശ്ശി മോളും കൂടി ഇറങ്ങിയിരിക്കുകയാണ് പുതിയ പദ്ധതിയായിട്ട് എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി അറിയും, നീ പറയുന്നതൊക്കെ കേൾക്കാൻ എനിക്കൊരു മനസ്സുമില്ല എന്നൊക്കെ തിരിച്ചും പറയുന്നത്. കൊച്ചേ നീ വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കനെ പിടിച്ചിട്ട് വാ നമുക്ക് മുറി കൊണ്ടുപോയിട്ട് ഈ ആപ്പിളൊക്കെ തിന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് വേഗം റൂമിലേക്ക് എസ്കേപ്പ് ആവാണ്.
അവർ പോയി കഴിഞ്ഞതിന് ശേഷം പത്മിനി നമ്മുടെ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട്, ഇവരെന്താ അമ്മ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്മിനിയോട് പറയുന്നുണ്ട്, അതങ്ങനെയാണ്, കാരണം ഈ സുകുമാരിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി കിടക്കുകയാണെന്ന്. കാരണം പത്മിനിക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അവരെ കൂടെ നിന്നു എന്നുള്ളൂ. ഇവർ ചർച്ച ചെയ്ത ചർച്ചയിലൊന്നും പത്മിനി ഇല്ലായിട്ട് പത്മിനിക്ക് ഈ ഡൗട്ട് എന്തായാലും പിടികിട്ടിയിട്ടൊന്നുമില്ല. അവളെ പ്രഗ്നൻസിയുടെ പറ്റിയുള്ള ഇവർ ഡൗട്ട് ഡിസ്കസ് ചെയ്തതൊന്നും പത്മിനി കേൾക്കാനിട്ടാണ് പത്മിനി അങ്ങനെ ചോദിച്ചത്. ജയഭാരതി മുത്തശ്ശി പത്മിനിയോട് പറയുന്നുണ്ട്, പത്മിനി ഇനി നീ കണ്ടോ എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് വിശ്വാസമായി മുത്തശ്ശി, എന്തായാലും ഇനി അവരുടെ ഒരു പ്ലാൻ നടക്കാൻ പാടില്ല എന്നൊക്കെ പറയാണ്. ഇവർക്ക് എന്തായാലും കൺഫേം ആയി. കാരണം പ്രഗ്നൻ്റ് ആണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോരാനൊരു പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെന്തിനും സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്തിട്ടും ഇവർ കൂടെ പോരുന്നില്ലല്ലോ. അപ്പം രാധികക്ക് നന്നായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. പത്മിനി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ രണ്ടാളും കൂടി ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പത്മിനി, ഒരാണിനെ തർക്കം ഒരു പെണ്ണ് എന്താ ചെയ്യുക, അവനെ കൈ ചൂണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലേ. വരുണ് തലയും താഴ്ത്തി നടക്കുന്നത് കാണുമ്പോൾ നിനക്ക് നല്ല സങ്കടമല്ലേ, അവൻ്റെ തല നമുക്ക് ഉയർത്തിക്കണം, അതിനുള്ള തുടക്കമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പത്മിനിയോട് ഇവർ രണ്ടുപേരും പറയാണ്. പിന്നെ വരുണ് റൂമിൽ ഇങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് മാറ്റാണ്. അപ്പം നമ്മുടെ മുത്തശ്ശിയും രാധികയും കൂടി അങ്ങോട്ട് വരികയാണ്. ഇവർ വന്നിട്ട് രാധിക പറയുന്നുണ്ട്, വരുൺ ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അവനോട് പറയാണ്. ജയഭാരതി മുത്തശ്ശേരിൻ്റെ സന്തോഷ വാർത്ത അങ്ങോട്ട് പൂർണ്ണമായിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളെ സംശയം ഇങ്ങനെ നല്ല ബലം വെച്ച് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വരുണിനോട് പറയാണ്. അപ്പം വരുണിനോട് ഇവരെല്ലാം നടന്ന സംഭവം പറയാണ്. ഞങ്ങൾ മുത്തശ്ശിനോട് രാധികക്കല്ല പ്രിയങ്കയ്ക്ക് എത്ര മാസമായി എന്ന് ചോദിച്ചു. പക്ഷേ മുത്തശ്ശി പറഞ്ഞ് 3 മാസം. എന്നിട്ട് 3 മാസത്തെ ചെക്കപ്പിന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എന്തായാലും വിടുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്ന് വാശി കാണിച്ച് ഇവിടെ നിൽക്കുകയാണ്. സാധാരണഗതിയിലാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി അത് കേൾക്കേണ്ടതല്ലേ. അവൻ വരുണ് പറയണേ, അത് ശരിയാണല്ലോ, പക്ഷേ 2 ചാര വനിതകളുടെയും നിരീക്ഷണത്തിന് എന്തായി റിസൾട്ട് എന്നൊക്കെ വരുൺ ഇങ്ങനെ അവരോട് ചോദിക്കാണ്. അപ്പം ജയഭാരതി പറയുന്നുണ്ട്, നിരീക്ഷണത്തിൻ്റെ റിസൾട്ട് ഒരു 75% ഇവർ പറഞ്ഞുണ്ടാക്കിയ കഥകളൊക്കെ കള്ളാണെന്ന് ഇങ്ങനെ വരുണിനോട് പറയണത്. അപ്പോൾ വരുണിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം വരികയാണ്. പക്ഷേ ബാക്കി 25 പിന്നെയുണ്ട്, അതെന്തായാലും ഒന്ന് തെളിയിക്കണം എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതിനാകെ ഒരൊറ്റ വഴി തന്നെ ഉള്ളൂ, എങ്ങനെയെങ്കിലും പ്രിയങ്കനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, അതെന്തായാലും ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരത്തെ ആ മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അങ്ങോട്ട് വരും. ആ വരുന്ന സമയത്ത് ഞാൻ അവളെ ഒറ്റ ചവിട്ടാണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ചവിട്ട് കൊടുക്കുമ്പോൾ അവൾ വീഴും. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവർ അധികം ദേഷ്യം വരികയാണ്. അവൾ ഷേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം കാണിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതാണ് ഇവനോട് പറഞ്ഞാലൊരു കുഴപ്പം, ആശുപത്രി കൊണ്ടുപോകാനുള്ള വഴി പറഞ്ഞതാണ് ഇപ്പോൾ ഇതെന്നൊക്കെ മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തിൽ അവനോട് തിരിച്ച് സംസാരിക്കുകയാണ്. എടാ അങ്ങനെ ചവിട്ടാനാണെങ്കിൽ ആർക്കാണ് പറ്റാത്തത്, അത് കഴിഞ്ഞിട്ട് നിന്നെ തേടി പോലീസ് വരുമ്പോൾ പിന്നെ നീ പോയതിൻ്റെ കരച്ചിലൊക്കെ കരയേണ്ടത് ഞങ്ങൾ 2 പേര് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി എനിക്ക് ഓഫീസിലേക്ക് കറക്റ്റ് സമയത്ത് പോയേ പറ്റുള്ളൂ, കാരണം നാളെയാണ് മാനേജറിൻ്റെ ഇൻ്റർവ്യൂ, അതുകൊണ്ട് ടൈമിന് തന്നെ എത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട്, വരുൺ എന്തായാലും പോയിക്കോ, കാരണം ഇവരുടെ ഈ സുകുമാരിയുടെ കള്ളത്തരത്തിൽ ഒപ്പം നിൽക്കാൻ എന്തായാലും കഴിയത്തില്ല. പക്ഷെ അവളെ കളികളൊക്കെ ഏകദേശം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സുകുമാരി നമ്മളെ മുന്നിൽ മുട്ട് കുത്താൻ പോവുകയാണ് എന്നൊക്കെ വരുണിനോട് ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം വരുൺ അതൊക്കെ കേട്ടിട്ട് എന്തായാലും ഞാൻ ഇറങ്ങട്ടെ രാധിക ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ബാഗൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ആ ജയഭാരതി മുത്തശ്ശേരിണ്ട്, അല്ല മോളെ, നമുക്ക് തിരുമേനിനെയും യശോദനെയും വിളിച്ചിട്ട് അവരോട് ഇവളെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറയാം. അപ്പോൾ ഇവർ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇല്ല, അവർക്ക് ആരെ മുന്നിലാണെന്നൊന്നുമില്ല, അവരോട് എന്തായാലും ബഹളം വെച്ച് കലി തുള്ളും, എന്നിട്ട് അവരെ കരച്ചിലും സങ്കടമൊക്കെ കാണാൻ എനിക്കിനി വയ്യ എന്നൊക്കെ ഇങ്ങനെ രാധിക പറയണേ. അപ്പം മുത്തശ്ശേരിൻ്റെ അതും ശരിയാണ്, എന്തായാലും നീ നിൻ്റെ കൃഷ്ണന് ഒരു വഴിപാട് നേർച്ച അങ്ങ് നേർന്ന് വെച്ചേക്ക്, എന്നിട്ട് നമ്മുടെ പരാതിയും കൂടി അങ്ങ് ബോധിപ്പിച്ചേക്ക് എന്നൊക്കെ ഇങ്ങനെ രാധികനോട് മുത്തശ്ശി പറയാണ്. എന്നാൽ നീ ഇപ്പോൾ തന്നെ പോയിക്കോ, എന്തായാലും സുകുമാരിനെ ഒന്ന് പിരി കൂട്ടിയിട്ട് വേണം എനിക്ക് ആ മുഖത്ത് നോക്കിയിട്ട് 2-3 വർത്താനം പറയാൻ എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്. സുകുമാരിയും പ്രിയങ്കയും കൂടി റൂമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം, എന്തായാലും അവർക്ക് ഡൗട്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി അറിയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുകയാണോന്ന് എനിക്കൊരു ഡൗട്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട്, അവരിനി സീരിയസ് ആയിട്ട് ശരിക്കും ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി ഉണ്ട്, അങ്ങനെ വിശ്വസിക്കാനേ നിൻ്റെ അത്ര മണ്ടത്തരമൊന്നും എനിക്കില്ല എന്നൊക്കെ അവളോട് പറയാൻ. എടി അവർ ഇപ്പം കാണിച്ചു കൂട്ടിയതൊക്കെ ഒരു തെളിവെടുപ്പാണ്, കാരണം നിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടോ എന്ന് ഉള്ള കാര്യത്തിൽ അവർക്ക് എന്തൊക്കെയോ സംശയം കുടുങ്ങിയിരിക്കണം
എന്നൊക്കെ പറയുന്നത്. അപ്പം പ്രിയങ്ക ഒന്ന് പേടിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമാകും മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായാലും അടുത്ത പ്ലാനിങ്ങിലേക്ക് മുത്തശ്ശി കടക്കും ചെയ്യും. ഇത് അവരുടെ ആ തെളിവെടുപ്പും ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ് ഗൈസ്. വരൻ എന്തായാലും അവരെ ചെക്കനാണ്. അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് കളി വേണമെങ്കിലും കളിക്കും. പക്ഷേ രാധിക ഇങ്ങനെ എല്ലാവരുടെ മനസ്സിലും കയറി ഒട്ടിയിരിക്കുന്നത്. ഓരോരുത്തരും അവളിങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ഇവിടെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര കുശുമ്പ് പറയാണ്. അപ്പം പ്രിയങ്കയും കൂടിയൊക്കെ കൂടിയാണ്. അവളതിന് ത്യാഗിയല്ലേ, ഭയങ്കര നിഷ്കളങ്കയാണ്. പോരാത്തതിന് എല്ലാവരും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഒടുക്കത്തെ ഒരു ഭക്തി. പോരാത്തതിന് ഇപ്പോൾ വേറൊരു അവതാരമുണ്ട്, ഫിദ മേഡം. അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവൾ ചെയ്ത് കൂട്ടണമെന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നിനക്ക് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഇവിടെ കയറി കൂടിയിട്ടും അവൾക്ക് യാതൊരു കുലുക്കമില്ല. അതിൻ്റെ അർത്ഥം അവർ തമ്മിലുള്ള അത്രയും സ്നേഹവും ബോണ്ടുമാണ്. അതൊന്നും അവരെ ബാധിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസാണ് അവർക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എനിക്ക് നിൽപ്പ് അഭിനയമൊക്കെ വെറുത്ത് പോയി മുത്തശ്ശി. ഞാൻ എങ്ങനെ ജീവിക്കേണ്ട ആളാണ്. കാരണം വല്ല മോഡലിങ്ങൊക്കെ ചെയ്ത് ഡൽഹിയിലും മുംബൈയിലൊക്കെ പോയിട്ട് സെറ്റിൽഡ് ആവേണ്ട ആളായിരുന്നു ഞാൻ. ലക്ഷങ്ങൾ സമ്പാദിക്കും ചെയ്യാനേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് പ്രിയങ്ക. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ കോടാനകോടി സ്വത്തുക്കളുള്ള ഈ കണിമംഗലത്തിൻ്റെ മരുമകളാവണമെങ്കിലേ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്നൊക്കെ ഈ മുത്തശ്ശി അവളോട് ഇങ്ങനെ പറയാണ്. എടി അങ്ങനെയൊക്കെ ആയാൽ പിന്നെ ജീവിതകാലത്തിന് നീ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവളെ മനസ്സൊന്ന് ചെറുതായിട്ട് പതറി മാറിപ്പോയാൽ ഈ മുത്തശ്ശി ഇങ്ങനെ വീണ്ടും വീണ്ടും അവളെ ഇതിക്ക് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ പിന്നെ കുറേ ജോലിക്കാരൊക്കെ വെച്ചിട്ട് അവരെ കൊച്ചമ്മക്കായിട്ട് ഇങ്ങനെ അവരെ അനുസരിപ്പിച്ച് ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് കഴിയാന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ പ്രിയങ്ക പിന്നെ അയക്ക് വീയാണ്. അപ്പോൾ കേൾക്കാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി അറിഞ്ഞു കൊടുക്കണേ, അവരെന്തെങ്കിലുമൊക്കെ സംശയമൊക്കെ പോയി കണ്ടിട്ട് നടക്കട്ടെ മോളെ, നമ്മൾക്ക് പിടി കൊടുക്കാതെ ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നെ കളിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ അവൾക്ക് തിരിച്ച് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഇനി ഇൻ കേസ് അവരെങ്ങാനും നമ്മുടെ കള്ളൊക്കെ പിടിച്ചെന്നറിഞ്ഞാൽ നേരെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇറക്കാണ്. നമുക്ക് രണ്ടാൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഈ നഷ്ടപ്പെടാനുള്ളതും മുഴുവനും ഇവർക്കാണ്. എല്ലാത്തിനും വലിച്ചുകൊണ്ട് പോയി ഞാൻ ആ കോടതിൻ്റെ കൂട്ടിൽ കയറ്റി നിർത്തും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാണ്. എന്തായാലും മുത്തശ്ശി അവരെ വിടുന്ന ലക്ഷണം കാണിക്കണില്ല. എന്നിട്ട് ഈ കോടതിയിൽ നിന്ന് അവരോട് ഇങ്ങനെ ചോദ്യം ചെയ്ത് വിസ്തരിക്കുമ്പോൾ അവർക്ക് പൊങ്ങാത്ത ആ നാവ് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പകയോടെ ഇങ്ങനെ മുത്തശ്ശി സംസാരിക്കുകയാണ്. അവരിങ്ങോട്ട് അടിക്കണതിൻ്റെ മുന്നേ തിരിച്ച് അവർക്ക് അങ്ങോട്ട് തന്നെ അടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ രാധിക ഇങ്ങനെ പൂജാമുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അവളിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കൃഷ്ണ, എന്താണ് ഈ രണ്ടുപേരും ഇവിടെ അഴിഞ്ഞാടിയിരിക്കുന്നത്? അവരെന്തിനാ ഇങ്ങനെ അയച്ചു വിട്ടത്? കാരണം അത്രയും ദുഷ്ടത്തരമുള്ള ഇവരെ എന്തിനാ ഇങ്ങനെ ജയിക്കാൻ സമ്മതിപ്പിക്കുന്നത്? ഈ വരുണും അവരുടെ കുടുംബം നല്ല കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ. അവർ അനുഭവിക്കുന്ന വേദനകളൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. നാട്ടുകാരെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു നല്ല പേര് വരെയൊക്കെ ഇവർക്ക് നഷ്ടമായി അവർ കാരണം. ഇനി അവരെ പരീക്ഷിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അടുത്തുനിന്ന് എന്തായാലും എപ്പിസോഡ് കഴിയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഈ മുത്തശ്ശി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സ്റ്റെപ്പിലൊഴിച്ച് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതൊക്കെ. അതൊക്കെ എന്തായാലും വിശദമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ആൾ.